സാറ് സാറ് ആരാടാ റിപ്പോർട്ടില്ലേ കുറച്ച് കാശ് തരാം. അമ്മച്ചിയാണ മുടിപ്പുരി അമ്മച്ചിയാണ കൊല്ലും, നിന്നെ വെടിവെച്ച് തന്നെ കൊല്ലും. ഇത് നിങ്ങൾ ബാൻ എല്ലാം മനസ്സിൽ അങ്ങ് മാറ്റിയ ആർപി ആയിട്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കി. ഇനി ഒന്ന് അതിനൊരു ആർപി ആയിട്ട് dark chocolate is good for health, good for skin, good for everything. Okay, so you have to eat dark chocolate. Okay, ara aradi ndala ഓ ഫ്രോ കണ്ട 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 ഞാൻ വിചാരിച്ചേ ആക്രമിക്കാൻ വന്ന ആൾക്കാരായിരിക്കും ഒന്ന്. ഓക്കെ ഓക്കെ ബൈ. അതെ മാമാ ഒരു ലിഫ്റ്റ് ഇതാരാ ഗ്യാങ്ങാണാ? ഒരു ലിഫ്റ്റ് തരാവോ? ഞാൻ ഗ്യാങ്ങിനൊന്നും കേറ്റില്ല. എന്താ പറയുന്നത്? ഗ്യാങ് പോലാണോ? ഗ്യാങ്ങൊന്നല്ല വിശ്വസിക്കാം. മുതുക്കൊന്ന് എത്തിക്കോ. ഞാൻ ടാക്സി ഡ്രൈവറാണാ. ഇത് ചന്ദ്രബോസ് അല്ലേ? അല്ല, നടന്നു പോടാ. ചന്ദ്രൻ നല്ലവനായതൊക്കെ പണ്ട്, ഞാൻ വെറും കൂറായപ്പം. മാമ കാലം തോറ്റി. അതിന്റെ കഥ പറയണ്ടേ ഞാനേ? ഓ കഥ ഒന്നും കേൾക്കാനുള്ള സമയല്ലേ. കാലം തോറ്റി ഒറ്റവാക്കില്ല പറയാൻ പറ്റുമോ? അതല്ല, ഞാൻ ആ ചങ്ങായിനോട് സൂചി അടിച്ചാരാൻ പറഞ്ഞതാ. ഓ കാലിന് കുഴപ്പണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കി. സൂചിയാ? ആ സൂചി അടിച്ചാരാൻ പറഞ്ഞത് ഇനിയേ. കാലിന് സൂചി അടിച്ചു തരാനാ? കാലിനല്ലാന്ന്, പിന്നെ നമ്മക്ക് മറ്റേ ഹെൽത്തിന്റെ സൂചിയെ ഗ്ലൂക്കോസ് ഏറ്റാൻ വേണ്ടി പറഞ്ഞത് ഇനി ഓനെ കൊണ്ട്. ആരുടേത്? അവിടെ ആക്കണം മറ്റേ ഡോക്ടർമാര് അവിടെ. ആ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതിപ്പം ഇഷ്ടണി വല്ലവും മറ്റേ കേടെന്ന് പറഞ്ഞാണ്ട് ഓൻ നന്നാക്കിനെങ്കിൽ പത്തിന് അന്നിനി. അതെ, അങ്ങോട്ട് ചെല്ലുമ്പോ നോക്കി നമ്മളെ കൊണ്ട് ഒന്ന് ഗവനിക്കാൻ പറയണേ പുള്ളിയുടെ അടുത്ത്. ആരോട്? ദൈവത്തിന്റെ അടുത്ത്. അതല്ല അല്ല, താൻ ഉടനെ താൻ മരിച്ചു മുകളിലോട്ട് പോവല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ അടുത്ത് നമ്മളെ അടുത്തൊന്ന് ഗവനിക്കാൻ പറയണേന്ന്. അങ്ങനെ ഓക്കെ പോട്ടില്ല. അതായത് ഹലോ ഇവിടെ പറ. ഇല്ല, ഞാൻ താഴത്ത് ഓടിയൊന്നും നിങ്ങൾ കണ്ടില്ല? ഇല്ല. ആ താങ്ക് യു പീച്ചിനോട്ടുണ്ട്. എപ്പോഴും ചോദിച്ചാണ് താങ്ക് യു. അങ്ങനല്ല സ്നേഹത്തിന്റെ വേറെ വിചാരിക്കുന്നത്. സാറ് സാറ് ആരാടാ? കുട്ടി കത്തിപ്പോയി. കത്തിയോ മരിച്ചോ? കത്തിപ്പോയില്ല, അയാളുള്ള അറസ്റ്റിലായി. സാർ What is this, sir? Sir, by the way, Sir, I have seen that you have killed XMD officer. What no, is this, sir? I never killed him. What is this? Please don't lie. Yeah, sir, wait a second. Yeah, okay. Ask. ആരാണ് ഈ വണ്ടി ഓടിച്ചേ? Ask. Who? ഹലോ? No. No, never. എന്റെ കാട്ടിലേക്കൊക്കെ സാറേ ഒന്ന് Sir, everything okay? Sir, everything is all right. Everything okay, no? Sir, city is broken. That's it. It is not broken, sir. Yes. City has the PL issue. Then I think you are stuck there. Yeah, procedure PD. Oh, Sorry, city- Never. Audio. No.
സാർ നാളെ സാർ പീലൊക്കെ കത്തിപ്പറിച്ച് അറിയാൻ ഇടിച്ചാണ് ഒന്നും ചെയ്യല്ലേ ഞാൻ കൂടെ അയ്യോ സാർ ഞാനല്ല സാർ സാറാണ് സാർ അതായത് പി എല് കൂടിയപ്പോ ഐ തിങ്ക് കത്തിപ്പോയെന്ന് സാറ് നമ്മളെ മുന്നിൽ വെച്ച് ഒരാളെ അതിമതമായി കൊല്ലാൻ ശ്രമിക്കുകയും നമ്മളെ ഇന്ന ഒരു ഓഫീസറിനെ നിങ്ങളെ പൊക്കാൻ വരുന്ന ഒരു ഓഫീസറിനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. സാർ ഇത് റിപ്പോർട്ട് ഇല്ലേ കുറച്ച് കാശ് തരാം. സാർ എത്ര വേണം? ഒരു 10 ഐ ഡി പറ സാർ. 10 ID 10 വെച്ചാ 10 ലക്ഷം അല്ലേ? 10 കോടി. ഇത് വലിയ സീനോ. 10 ഞാൻ വണ്ടിക്കകത്തോട്ട് ഇടാം. നോക്കട്ടെ. അല്ലല്ല വണ്ടിക്കകത്ത് സാധനം ഒന്നും എടുക്കല്ലേ? ഇല്ല ഈ കഴിഞ്ഞ ആവശ്യം 10 അല്ലേ? വണ്ടിക്കകത്തോട്ട് വെക്കാൻ പറ്റുന്നല്ല കാശ്. 10 രൂപ 10 രൂപ ചോദിച്ചേ. ബാങ്ക് ട്രാൻസ്ഫർ ചെയ്താ മതി. 10 രൂപ സാറേ വെയിറ്റ് ഞാൻ ഒന്ന് വിളിക്കട്ടെ. ഒനിക്സ് ഫാക്ടറി റേഡിയോ സംസാരിക്കും. സംസാരിക്കാം. ഒരു 10 ലക്ഷത്തിൽ ഒതുക്കാൻ പറ്റുമോ? 1 കോടി. 1 കോടി നിന്റെ കയ്യിലില്ല സാർ. നോക്കട്ടെ 1 കോടിയൊക്കെ എന്റെ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാ തപ്പണം. 1 കോടി. സാറിന്റെ പേരെന്താ? 1 കോടി ഇല്ല. ഒരു ഗണ്ണുണ്ട്. നിന്നെ ഇപ്പൊ കൊല്ലുവല്ലോ ഞാൻ. നിന്നെ എടാ റെഡി നിന്റെ റേഡിയോ ഉറി. നിന്റെ റേഡിയോയിലെടുത്തേ ജീവൻ വേണം. കൊല്ലും അമ്മച്ചിയാണ മുടിപ്പുരി അമ്മച്ചിയാണെ കൊല്ലും. നിന്നെ വെടിവെച്ച് തന്നെ കൊല്ലും. മര്യാദയ്ക്ക് ഉള്ള സത്യം പറ. നിനക്ക് സത്യം നിനക്ക് കാശ് വേണോ ജീവൻ വേണോ? കാശ് വേണോ ജീവൻ വേണോ? രണ്ടിലൊന്ന്. കാശ് വേണോ ജീവൻ വേണോ? കാശ്. അപ്പൊ നിനക്ക് ജീവൻ വേണ്ട. വിചാരം തൊടുമേ കാശ് വേണോ ജീവൻ വേണോന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു കാശ് വേണോന്ന്. പപ്പ കൊന്നില്ലേ സ്പോട്ടില്? മോളെ ഓക്കെ കുറെ അപരാധികൾ ഉണ്ട്. അപരാധികൾ എല്ലാം നാട്ടിൽ പോകാനുള്ള ചെറിയ പ്ലാൻ ഉണ്ടല്ലേ? അതങ്ങനെയൊന്നും ഇല്ല. നിങ്ങളിതൊരു RP ആയിട്ട് കാണൂ. ഒരു RP ആയിട്ട് കണ്ടു നോക്കിയേ. ഇത് നിങ്ങൾ ബാൻ എല്ലാം മനസ്സിലങ്ങ് മാറ്റുക. എന്നിട്ട് ഇതൊരു RP ആയിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇനിയൊരു RP ആയിട്ട് ഇങ്ങനെ സീനുകളിലോട്ട് നമ്മൾ പോകുന്നു. എന്തിന് എവളെ സൗണ്ട് എവിടെ? ഹലോ ആ അല്ല അതില്ലെങ്കിലും പ്രശ്നമില്ല. സാറേ പീടിയിലേക്ക് വിട്ടോ സാറേ. വണ്ടി വീഡിയോ ഇട് സാറേ. വണ്ടി വീഡിയോയിലേക്ക് വിട്. ചന്ദ്രബോസൻ കസ്റ്റഡി. ശിവൻ അമ്മച്ചേ പിടിച്ചു ശിവരെ തൊട്ട ചന്ദ്രബോസ് അതാരാ? നേരെ ജയിലിപ്പോ. റിക്വസ്റ്റിംഗ് അഡീഷണൽ ബാക്കപ്പ് യൂണിറ്റ് മുതുക്ക് പെട്ടെന്ന് പറഞ്ഞേ. ചന്ദ്രബോസിനെ കിട്ടിയോ? എന്ത് കിട്ടി?
അല്ലല്ല അത് കഴിഞ്ഞ് സിറ്റിസൺസിനെ ഒരാളെ കൊന്നു സാറേ. സിറ്റിസൺസിനെ ഒരാളെ കൊന്നിട്ടുണ്ട്. ഡുണ്ടു എന്നൊരാള്. സാറേ ഇതൊക്കെ കള്ളക്കേസാണ് സാറേ. സാറിന് ലോയർ ഇല്ലേ? ലോയറിന്റെ നമ്പർ ഉണ്ടോ സാറിന്റെ? സാറേ ലോൺ നമ്പർ കൈ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കുത്തി വിളിക്കായിരുന്നു. ഇപ്പൊ കഴിച്ചോടാ, ഒറ്റ മിനിറ്റ്. അച്ഛൻ്റെ അരി ഇപ്പം പിടിക്കും ഞാനാണെന്ന്. എന്റെ കയ്യിൽ ഐ ഡി കാർഡ് ഉണ്ട്. എന്റെ കയ്യിൽ ഐ ഡി കാർഡ് ഉണ്ട്. എന്നെ പിടിക്കും. ചെയ്തേ നല്ല മനുഷ്യനായിട്ട് ജീവിച്ചൂടെ സാറേ? നല്ല മനുഷ്യനാണ് സാറേ ഞാൻ. സാർ നല്ല സത്യമാണ് സാറേ. അമ്മയുടെ നല്ല മനുഷ്യനാണ്. പിന്നെ എന്നിട്ടാണ് പെമ്പിള്ളേരെ കഴുത്തിൽ പോയി വെട്ടുന്നേ. പെമ്പിളരെ കൊന്നു? ആരെ കൊന്നു? ഡുണ്ടുമോളെ കൊന്നുള്ള കേസിലാണ് അവളെ സാറിന് വിളിച്ചാണ്. അവളോട് ഞാനാണ് ചോദിച്ചു നോക്കിയത്. എന്റെ മൊത്തം പറയാൻ പറയട്ടെ. ദൃക്സാക്ഷികളുണ്ട് സാറേ. ഹയർ ഒഫീഷ്യൽസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭരത്തുണ്ടാ? ഭരത്ത് നമ്മളാള് ഭരത്തിനുള്ളി നമ്മള് ഫ്രണ്ട്സാ. വിളിക്കാം സാറേ, വിളിക്കാം. ഭരത്തുണ്ടാ സാറേ? ഹയർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞേ പെട്ടെന്ന്. ഹയർ ഒഫീഷ്യൽ സാറിനെ അഴിച്ചുവിടാ. ഈ അയച്ചുവിടാം. സാർ എന്താണേലും സാർ ഓടാൻ ശ്രമിക്കാത്തോണ്ട് സാറിന് വണ്ടി കയറിയാണല്ലോ. അതാ ഞാൻ ഹാർഡ് കഫ് ഒന്നും ചെയ്യാഞ്ഞത്. സോഫ്റ്റ് കഫ് വണ്ടി കയറി നൈസായിട്ട് വണ്ടി എടുത്തങ്ങ് പോവായിരുന്നു കേട്ടാ. സാറിന് അഴിക്കാം. അയച്ചുവിടാല്ലോ. വലിയ വിശാലമായ ജയിലിനകത്ത് അയച്ചുവിടാം. സാറേ ഇങ്ങോട്ട് വരാവോ പെട്ടെന്ന് ആരെങ്കിലും? ണ്ട് കേട്ടോ. എന്നാ വക്കീലിനെ വിളിച്ചോ. കൊന്നാളെങ്കിൽ 1 2 3 കൊല്ലും. കൊല്ലാൻ പോണേ. തുറക്കണോ? എല്ലാരും കൊല്ലും. എന്റെ ബാഗ് തൊട്ട എല്ലാരും കൊല്ലും. ഒരു ആക്സിഡന്റ് കളിക്കുന്നില്ല. മറിയുന്നല്ലേ? മറല മൊട്ട. തുറക്കടാ. സാറേ കണ്ണിലാണ്. ഇപ്പഴേ പറ കണ്ണില്ല. ഞാൻ അപകടകാരിയാണ്. എന്നെ ആക്രമിക്കാവുന്ന എല്ലാരും കുന്നളയും. അകത്തുകാരെ എല്ലാരും കുന്നളയും. ഡോർ ഓപ്പൺ ദ ഡോർ. എടാ കള്ള. ഡോർ നോക്കടാ. ഡോർ തുറക്കുന്നുണ്ടോ ഇല്ലയോ? റിസ്ക് ആണ്. എന്താ ഡോർ കാര്യങ്ങളെല്ലാം പൂട്ടിയൊന്ന് ചെക്ക് ചെയ്ത. ഡോർ ഫുള്ള് പൊട്ടു. സാറേ കൊന്നുകളയും. സാർ ഡോർ തുറക്കുന്നുണ്ടല്ലോ. ഞാൻ 1v8 അടിക്കേ. സാർ ഡോർ തുറന്നില്ല ഇപ്പൊ കൊല്ലും ഞാൻ. സാറേ നമുക്ക് സംസാരിക്കാം സാറേ. അതാണ് പറഞ്ഞേ. അതാ പറഞ്ഞേ. ചെറിയ കേസാ, നിങ്ങൾ വലിയ കേസാക്കല്ലേ? എന്നാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അത് ഈ ഡോറും തുറക്ക്. എനിക്ക് ഇരുന്ന് സംസാരിക്കാം സാറേ. നമുക്ക് ഇരിക്കാം. സാറേ കഫേ എടുത്തിട്ടുണ്ട്. സാറേ ചെയ്യാത്തൊരു തെറ്റിനാണ് സാറേ നിങ്ങൾ എന്നെ ഇപ്പൊ അപമാനിക്കാൻ നോക്കുന്നത്. സാറേ ഒരു EMS ഓഫീസറാണ് പറഞ്ഞത് സാർ ഒരാളെ കൊന്നെന്ന്. സാറേ സത്യമായിട്ട് സാറേ ഞാൻ ആരെയും കൊന്നിട്ട് സാറേ കുത്തിയായിരുന്നോ? സാറേ EMS വിളിച്ചിട്ട് എന്നെ ഒന്ന് കാണിക്കും. എന്നിട്ട് ഞാനാണെന്നും പുള്ളിയെടുത്തൊന്ന് പറയാൻ പറയാം. നമുക്ക് കിട്ടിയേക്കുന്ന അറിവ് അനുസരിച്ച് ഞങ്ങളടുത്ത് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഒരാളെ ബാക്കിൽ നിന്ന് അടിച്ചിട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഡയറക്ടർ എക്സിക്യൂട്ടീവ് മെമ്പർ ആണ് ഈ കാര്യം പറയുന്നത്. അയ്യോ സാറേ അത് ഞാനല്ലേ. എന്നെ പോലെ വേറെ ആരെങ്കിലും ആയിരിക്കും. എന്റെ പേര് ചന്ദ്രൻ. അല്ല പേരും പറഞ്ഞു. ചന്ദ്രബോസിന്റെ വണ്ടിയാണ് ഓടിച്ചത്. എല്ലാം ചന്ദ്രൻ ഞാനാണ്. പക്ഷെ എന്നെ പോലത്തെ വേറൊരാളും ഉണ്ട് ഇതേപോലെ. ചന്ദ്രബോസിന്റെ വണ്ടി എന്തിയെ? ആരാ? എന്റെ വണ്ടി പുറത്ത്. ആ വണ്ടി ഓടിച്ചു വന്നിട്ടാളാ. അയ്യോ എന്നെ മുതുക്കിന്നല്ലേ വിളിച്ചോണ്ടേ. എന്റെ വണ്ടി ഇല്ല മുതുക്കില്. അങ്ങനല്ലല്ലോ പറഞ്ഞ വണ്ടി പുറത്ത്. അതല്ല എന്നെ മുതുക്കിനെ കൊണ്ടുവന്നേ കഫേ ചോദിച്ചു നോക്കി. അല്ല ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങള് ഓൾറെഡി നിങ്ങളെ എക്സംബിഡിയുടെ മെമ്പേഴ്സിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയ പരാതിയാണ്. അപ്പൊ നമുക്ക് ഇത് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഞങ്ങള് ക്ലാരിഫൈ ചെയ്തിട്ട് ഞങ്ങള് ആ മെമ്പറിനെ വിളിച്ച് ആളെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ.
വന്ന് കയറി ഉടനെ ഗണ്ണെടുത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സാറേ അത് കളിത്തോക്കല്ലേ അല്ലെങ്കിൽ ഞാൻ വെടിച്ചിട്ടില്ലേ ഇതിന് മുന്നേ കളിത്തോക്കാണെങ്കിൽ പോലും സാറേ ഞങ്ങൾക്കത് കളിത്തോക്കല്ലേ ഇതൊക്കെ നമുക്കൊരു ത്രെട്ടാണ്. കാരണം സാറ് വെച്ചാൽ നിങ്ങളല്ലേ കഫ് ചെയ്ത് വെച്ചേക്കണ്ടേ? നിങ്ങളെ തെറ്റല്ലേ ഇതൊക്കെ? നിങ്ങളുടെ തെറ്റല്ലേ അതെ, ഇതൊക്കെ? നമ്മളകത്ത് വരുന്ന സമയത്ത് ആളെ കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ അത് അഴിച്ചു വിടാറുണ്ട്. അതായത് അവർക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറെ നേരത്തേക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ നിങ്ങൾക്ക് ഫേവറായിട്ട് നിങ്ങളെ ഫ്രീ ആയിട്ട് ചെല്ലിനകത്ത് വിടാൻ വേണ്ടിയാണ് അയച്ചു വിടുന്നത്. മിസ്യൂസ് ചെയ്യാൻ പാടില്ല സാറേ. ഞാനേ സത്യം പറഞ്ഞാൽ ഒരു കളിത്തോക്കണം. ഒന്നാമത്തെ രണ്ടാമത്തെ പറഞ്ഞാൽ നിങ്ങളാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് അത് അറിയില്ല സാറേ. നിങ്ങളെ കയ്യിലിരിക്കുന്ന കളിത്താക്കാണോ അല്ലാത്ത തോക്കാണോ നമുക്കറിയത്തില്ല. നിങ്ങൾ ഞങ്ങളെ ഗണ്ണിയും ആൾക്കാരെല്ലാരെയും കൊല്ലും. ആ തോക്ക് ഞാൻ സാറേ തന്നെ സാറ് ആ സാറിനെ വെടി ചോദിക്കുകയാണെന്ന് ഒരു വെടി പോത്തിലല്ല, ഒരു വെടി പോത്തിലല്ല അതിന്ന് തന്ന ആർക്കോ കൊടുത്തു. എനിക്ക് ആ സാർ അത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. പുള്ളിയും ശരിയാ അല്ല കത്തലിന്റെ വെയിറ്റ് ഇല്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ ഒരു മിനിറ്റ് നോക്കാം. സാറേ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഒറിജിനൽ ഒന്നുകൂടി വിളിച്ചേ. ഇതെന്താ സാറേ? സാർ റബ്ബറുണ്ട്. സാർ ആ മുട്ട സാറിന് അടിച്ചു നോക്കുന്നു. സാറാ മുട്ട സാറിന് അടിച്ചേ. ചെറുതായിട്ടൊന്നും ചെറിയൊരു സാറാ മുട്ട സാറിന് അടിച്ച തലക്ക്. സാർ റബ്ബറുണ്ട്. അമ്മച്ചിയാണ് റബ്ബറുണ്ട്. റേഡിയോയിൽ കിടന്ന് വെറുതെ ബഹളം വെക്കരുത് സാറേ. എന്താ പറ്റി സാർ പറയും സാറേ, എന്താണ് പ്രശ്നം? സാറേ ഞാൻ അതായത് സാറേ എനിക്കെതിരെ കള്ളമൊഴി ഒരാൾ കൊടുത്തു. ഞാനാണ്, അതായത് എന്നെ പോലെ ഇരിക്കുന്ന ഒരാൾ അവിടെ കൂടി ചുറ്റിപ്പറ്റി നടപ്പുണ്ട് സാറേ. അവന്റെ പേര് കീലേരി അച്ചു. ഇതുപോലെ തന്നെയാണല്ലോ കാണാൻ. ഞാൻ കണ്ടിട്ടില്ല. അതാ പറഞ്ഞ എന്നെ പോലെ കാണാനായിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ആരാണ് കംപ്ലൈന്റ് എന്ന്? മാർക്കോ സാർ XMD ഓഫീസർ നമ്മുടെ റേഡിയോ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ ചെയ്തു. കുഴപ്പമില്ല, ഇത് ലോക്ക് ആക്കിട്ടോ. പറഞ്ഞു സാർ. ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം ഈ എന്താണ് കംപ്ലൈന്റ്? രണ്ട് കംപ്ലൈന്റ് ആണ്. ഒരു XMD ഓഫീസറിനെ കൊലപാതക ശ്രമം, അതുപോലെ തന്നെ ഡുണ്ടുമോൾ എന്നൊരു കുട്ടിയുടെ കൊലപാതക ശ്രമം. എന്താണ് പറഞ്ഞത്? ആര് കൊല്ലാൻ ശ്രമിച്ചെന്നാ പറഞ്ഞത്? ചന്ദ്രബോസ്. ചന്ദ്രബോസ് ആണെന്ന് ഇദ്ദേഹം പറഞ്ഞു. ചന്ദ്രബോസ് എന്ന വണ്ടിയിലാണ് ഇരുന്നത്. ചന്ദ്രബോസിന്റെ മുഖമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവര് ഇവിടെ വന്ന് താഴെ എത്തി നിൽപ്പുണ്ട്. നിങ്ങളെ കൂട്ടത്തിലുള്ളടത്ത് നിങ്ങൾക്ക് റേഡിയോ ഫോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. ഒന്ന് ലീവ് ചെയ്യാൻ പറയണേ. ഹലോ ആരാണ് പുറത്ത് നിൽക്കുന്നത്? ഹലോ ആരൊക്കെയാണ് എന്നെ സഹായിക്കാൻ പുറത്തുള്ളത്? ഒരാവശ്യം ഞാനിപ്പോ കാണുന്നില്ല. ദയവ് ചെയ്ത് എന്റെ 6 മാസത്തെ തടവ് 15 മാസത്തേക്കാക്കാതെ പോയി തരാമോ? ഇറങ്ങി ഇല്ലാണോ? വിട്ടിപ്പോടാ ഇല്ലാണോ? കുടുംബത്തിൽ കയറല്ലാണോ? വേണ്ട കുടുംബത്തിൽ കയറി പോച്ചല്ലേ. എന്റെ ഉറി കള്ളൻ നീകൻ. അവരോടൊന്ന് പോകാൻ പറയോ? പറഞ്ഞു ഞാൻ കാരണവരാ. സാർ ഞാൻ പറയാം സാർ ഇത് അവിടെ EMS പകപോറ്റിയാണ് എന്റെ അടുത്ത്. മനസ്സിലായി സാർ. ഒരു മിനിറ്റ് സാർ, ഞാൻ ആദ്യം സാറിനോട് ചോദിച്ചോട്ടെ സാർ. അപ്പൊ സാറ് പറയൂ, ഇത് ഈ ചന്ദ്രബോസ് ആണെന്ന് ആരാണ് പറഞ്ഞത്? ഡുണ്ടുമോളോ?
ഡുണ്ടുമോളല്ല EMS ഓഫീസർ. ഓക്കെ, അവർക്ക് ഈ ചന്ദ്രബോസ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായെന്ന് നിങ്ങൾ ഞാൻ ചോദിച്ചായിരുന്നോ? അങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞത് ഇദ്ദേഹം തിരിച്ചങ്ങോട്ട് പറഞ്ഞ ഞാൻ ചന്ദ്രബോസ് ആണെന്ന് തിരിച്ച് പറയുകയും ചെയ്തു. ചന്ദ്രബോസിന് വണ്ടി അത് കണ്ടപ്പോ അവർക്ക് മനസ്സിലായെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ചന്ദ്രബോസിന്റെ വണ്ടി ഉണ്ടെന്നോ? ഇല്ല സാറേ, ചന്ദ്രബോസിന്റെ കയ്യിൽ തന്നെ ഉണ്ടോ? ഇല്ല ഞാൻ എന്റെ വണ്ടിയിലൊന്നും അല്ല അവിടെ ഉണ്ടായിരുന്ന. ഇതാണ് സംഭവം. ശരിക്കുള്ള സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഒരു പെൺകൊച്ചിനെ ആരോ തല്ലിക്കൊന്നു. അപ്പോഴത്തേക്കും ഈ പേരിൽ പറയുന്ന ഇയാളുടെ പേരെന്തായിരുന്നു, IMS ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞു സാറല്ലേ കൊന്നേന്ന് എന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങോട്ട്. അപ്പഴത്തേക്കും ഞാൻ പറഞ്ഞു അയ്യോ സാറേ ഞാൻ കൊന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം IMS പറഞ്ഞു താനാണ് കൊന്നത്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കൊന്നില്ല. അപ്പത്തേക്കും പുള്ളി പറഞ്ഞ് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ഒന്നും ചെയ്യത്തില്ല, പക്ഷെ എനിക്കൊരു 10 കോടി രൂപ തരണം. 10 കോടി രൂപ തന്നാൽ ഞാൻ ഇത് ആരുടെ അടുത്ത് പറയത്തില്ല. അവരെ കൈക്കൂലി ആവശ്യപ്പെട്ടു എൻ്റെ അടുത്ത്. അന്നേരം കൊടുക്കൂല എന്ന് പറഞ്ഞ് നിരസിച്ച എന്നെ ഞാനാണ് കൊന്നതെന്നുള്ള കുറ്റം ചുമത്തി നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഉണ്ടായത്. അപ്പൊ സാറ് പറയുന്നത് സാറ് കൈക്കൂലി കൊടുക്കാത്തതുകൊണ്ട് ഇതൊരു കള്ളക്കേസാണ്. അല്ല, ഞാൻ കൈക്കൂലി കൊടുക്കാത്തോണ്ടല്ല, ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്റെ അടുത്ത് കൈക്കൂലി ചോദിച്ചു. സാറേ അതെ, കൈക്കൂലി ചോദിച്ചപ്പോ സാർ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കേസ് അടിച്ചു വെച്ചു. അതും പറഞ്ഞാൽ ഞാൻ എന്റെ കുടുംബത്തിന്റെ വണ്ടിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ അത് അങ്ങനെയാണ് ഉണ്ടായത് ശരിക്കും പറയുവാണെങ്കിൽ. ഇതിനിടയ്ക്ക് ആ സാറിന്റെ ബോധം പോയി. ഈ പറയുന്ന EMSന്റെ ബോധമില്ലാതെ അവിടെ ചേതനേറ്റ് കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇനി അതും ഇയാൾ എന്റെ തലയിൽ കെട്ടി വെക്കുമെന്നാണ് എന്റെ പേടി. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. മറ്റൊരു ഓഫീസറാണ് സാറിനെതിരെ കംപ്ലൈന്റ് തന്നേക്കുന്നത്. ഓഫീസറിനെയും ഡുണ്ടുമോളെയും രണ്ടുപേരുടെയും ബോധരഹിതരാക്കി എന്നുള്ള കേസിലാണ് സാറിനെ ഇപ്പൊ നമ്മൾ PD കൊണ്ടുവന്നേക്കുന്നത്. ഏതൊരു ഒരു EMS ഓഫീസറിനെ സാർ കിഡ്നാപ്പ് ചെയ്യാൻ വല്ല നോക്കിയായിരുന്നു? ആ ഒരു അലിഗേഷൻ കൂടെ സാറിനെതിരെ ഉണ്ട് കേട്ടോ. കിഡ്നാപ്പ് നോക്കിയില്ല. അദ്ദേഹത്തെ സാർ കൊണ്ടുപോയി. പിന്നെ ആളെ കാണാനില്ലെന്നാണ് അവര് പറഞ്ഞത് നമ്മുടെ അടുത്ത് ആദ്യം. ഇല്ല സാറേ, ഞാനാരെ കിഡ്നാപ്പ് നോക്കില്ല. ഓക്കെ അത് ചിലപ്പോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷെ ഇതില് അവര് ഒരു മിനിറ്റ് മാർക്കസ് സാർ, സാറേ ചന്ദ്രൻ സാറേ, അതായത് ഇപ്പൊ അവര് 2 EMSനെ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഐ വിറ്റ്നസ് ഉണ്ട്. അപ്പൊ സാറിനോട് ഇതുപോലെ കൈക്കൂലി എന്തെങ്കിലും ചോദിക്കുന്നതിന് ഐ വിറ്റ്നസ് എന്തെങ്കിലും ഉണ്ടോ? ആരാണ് സാറേ? ഞാൻ എന്റെ കണ്ണുകൾ. കൂട്ടുകാരോ ആരേലും കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സാറിന്റെ സൈഡിലും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഐ വിറ്റ്നസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സാർ മൊബൈലിലും വല്ല റെക്കോർഡിംഗ് വല്ലതും എടുത്തായിരുന്നോ? പിന്നെ കണ്ട ദൈവമാണ്, അല്ലാണ്ട് വേറെ റെക്കോർഡ് ഇത്. ഒറ്റയ്ക്കായിരുന്നു. പ്രൂഫ് ഉണ്ടോ? വിന്നസം കൊണ്ട് അവരുടെ അടുത്ത് വരാൻ പറയും ഇങ്ങോട്ട്. അറിയില്ല അങ്ങ് അത്രയ്ക്കാണല്ലോ നമുക്കൊന്ന് സാറൊന്ന് വരാൻ പറയും. സാറിന്റെ വക്കീല് വരുന്നുണ്ട്. ആരുടെ വക്കീലാണ്? സാറിന്റെ വക്കീല്. എന്റെ വക്കീല്. എന്തായാലും ചെന്ന സാർ എന്റെ വണ്ടിക്ക് പോയത്. ഞാൻ തെറ്റിയതിലുള്ള എന്തിനാ പേടിക്കുക? നല്ല സാധനം വണ്ടിക്ക് അറിയേ. ഓ അങ്ങനെ. പിന്നെ എന്തിനാ ചാടി ഇറങ്ങിയത്? പേടിച്ചില്ലേ സാർ? അപ്പൊ തന്നെ ആളെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ കള്ളക്കേസിൽ അകത്തായി മനസ്സിലായപ്പോ ചാടി ഇറങ്ങിയത്. അപ്പൊ തന്നെ സാറിന് എന്റെ കൂടെ ഇരുന്ന എന്റെ ഹയർ ഓഫീസറിനെ വീഡിയോ കിക്ക് വഹിച്ചു. അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടായി? പിന്നല്ലേ. സാറിന്റെ എന്തായാലും സാറിന്റെ അഡ്വക്കേറ്റ് വരുന്നുണ്ട്. സാറിന്റെ കേസ് ചെയ്തത് ഇവര് 2 പേരാണ്. ഞാൻ ഇപ്പൊ കാര്യം ഡീറ്റെയിൽസ് ആയിട്ട് ഹയർ ഓഫീഷ്യലായിട്ട് ചോദിച്ചതേ ഉള്ളൂ. സാർ ഓക്കെ അല്ലേ? സാറിന് ഫുഡും വാട്ടറും ഒക്കെ ഉണ്ടോ? ഓക്കെ അല്ലേ സാറേ? കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മുടെ പീഡിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാർ നമ്മൾ കുഴപ്പമൊന്നുമില്ല, ഡീൽ ചെയ്യാം. ഉണ്ടാക്കണ്ട. എന്തായാലും സാർ ഒന്ന് ആലോചിച്ച് നോക്ക്. സാറിന് ഐ വിറ്റ്നസ് ആരിലും ഉണ്ടായിരുന്നു? ഐ വിറ്റ്നസ് ആരോ അവിടെ ഉണ്ടായിരുന്നു. ഷാറൊന്നും എനിക്ക് ഉറപ്പില്ല. അവിടെ ആരോ കൊണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാർ. എന്താന്ന് വെച്ചാല് ഞാൻ പറയുന്നത് വെച്ചാൽ അവരിപ്പോ ഐ വിറ്റ്നസ് ഉണ്ട്. അവർക്ക് EMSൽ ഒരാൾ ഐ വിറ്റ്നസ് ഉണ്ട്. മനസ്സിലായോ? അവർക്കാണ് ഇപ്പം ഐ വിറ്റ്നസ് ഉണ്ട് സാറേ. ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നാ തോന്നണം. അതായത് എനിക്ക് ആരോ ഒക്കെ അവിടെ ജെട്ടി വിളി വെച്ചിട്ടാണ് പുള്ളി എന്റെ അടുത്ത് പൈസ ആവശ്യപ്പെട്ടത്.
അതവിടെ കേട്ട് നിന്ന് ആരൊക്കെ സൈഡിൽ ഉണ്ടായിരുന്നു, പക്ഷെ ആരെന്ന് ഉറപ്പില്ല. അത് എന്റെ അഡ്വക്കേറ്റിനെ വിട്ട് ഞാൻ അഡ്വക്കേറ്റിന്റെ അടുത്ത് സാറിന് സംസാരിക്കുമ്പോൾ ഇതാക്കണം. സാർ എന്തായാലും സാറിന്റെ ലോയർ വരട്ടെ, ലോയറിനോട് സംസാരിക്കും സാർ. ഉറപ്പായിട്ടും.